റോയിച്ചേ, നമ്മുടെ ആശമാരുടെ പ്രശ്നങ്ങളെല്ലാം അറിയിക്കൂ എന്ന് പറഞ്ഞാണ് രാവിലെ വീണ ജോർജ് ഡൽഹിക്ക് പോയത്. ഇപ്പൊ പറയുന്നത് അവർക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റിയില്ല. ഇവർ ഇതൊക്കെ പറഞ്ഞ് ആരെയാണ് പറ്റിക്കുന്നത്? അത് തന്നെയാണ് ഈ സമരത്തിനോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം, ഈ ആരോഗ്യമന്ത്രിയുടെ സമീപനമൊക്കെയാണ് ഇതിനകത്ത് തെളിയിക്കുന്നത്. ഒരു ആത്മാർത്ഥതയുമില്ല ഈ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കും. കാരണം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ സമരത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രിസഭ ഈ സമരത്തിനെതിരായിട്ടാണ് നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം ആരോഗ്യമന്ത്രിക്ക് അതിനപ്പുറത്തായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം പാർട്ടിയിലെ നിലപാടിന് എതിരായിട്ട്, സർക്കാർ നിലപാടിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കഴിയത്തില്ല. പക്ഷേ അവരുടെ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കഴിഞ്ഞ 39 ദിവസമായി നേരിടുന്ന ഒരു പ്രശ്നത്തെ അതിനെ സമീപിക്കുന്ന സമീപനമാണ് നമ്മൾ ഒരുപാട് സംശയത്തിനിടയാകുന്നത്. കാരണം ഈ സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ ഒരു സംഘം സ്ത്രീകളാണ് ഈ കാറ്റും മഴയും വെയിലും കൊണ്ട് ഈ 37-38 ഡിഗ്രി ചൂടുള്ള സമയത്താണ് ഒരു മറ പോലും ഇല്ലാതെ അവിടെ തുറന്ന സ്ഥലത്ത് ഈ പാവങ്ങൾ അവിടെ കിടക്കുന്നത്. ഇന്ന് മുതൽ നിരാഹാരം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ഒരു ജനവിഭാഗത്തോട്, തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളോട് സർക്കാരിൻ്റെ സമീപനം ഇതാണോ? നിങ്ങൾ ഒരേ സമയം തന്നെ വലിയ കൊട്ടിഘോഷിച്ച് പറയുന്നതാണ് ഇത് തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാരാണ്. എന്ത് തൊഴിലാളി വർഗം? തൊഴിലാളി വർഗത്തോടുള്ള സമീപനം ഇതാണോ? ഇതിപ്പോൾ ഒരു മുതലാളി വർഗ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിനപ്പുറത്തേക്ക് ഒരു സമീപനവും അവരോട് കാണിക്കുന്നില്ല. കാരണം 232 രൂപ എന്തോ വലിയൊരു കൂടിയ തുകയാണെന്നുള്ള മട്ടിലാണ് ഇവരോട് പറയുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സമരം നിർത്തിപ്പോകണമെന്നാണ് ഇന്നലെ ആരോഗ്യമന്ത്രി അവരോട് പറഞ്ഞതായിട്ട് ഈ സമരസമിതി നേതാക്കൾ പുറത്തിറങ്ങി മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടുമായിട്ട് പറഞ്ഞത്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രഹപാഠം ചെയ്തിട്ടാണ് ഈ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് പോയി എന്ന് പറയാനാവില്ല. കാരണം ഒരു തരത്തിലുള്ള അതായത് പ്രാഥമികമായി വേണ്ട ഏതാണ്, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് പോലും ഇല്ലാതാണ് ശ്രീമതി വീണ ജോർജ് ഡൽഹിക്ക് പോയിരിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? ഈ പാർലമെൻറ്റ് നടക്കുന്ന ഒരു സമയത്ത് ന്യായമായ രീതിയിൽ അറിയാവുന്നതാണ്, അവർ JP നദ്ദ എന്ന് പറയുന്നത് രാജ്യസഭയിലെ BJPയുടെ നേതാവാണ്, സഭാ നേതാവാണ്, ആരോഗ്യമന്ത്രിയാണ്, പാർട്ടിയുടെ ഒരുപാട് ചുമതലകളുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വളരെ ബിസി ആയിരിക്കും എന്നുള്ളത് ന്യായമായ രീതിയിൽ അറിയാവുന്നതാണ്. ആളുടെ അടുത്താണ് ഇന്ന് രാവിലെ ചെന്ന് അപ്പോയിന്റ്മെന്റ് ചോദിച്ച് കാണണം. അപ്പോൾ തന്നെ തികഞ്ഞ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുക. കാരണം പാർട്ടിയുടെ എന്ത് പറയുന്നോ ആജ്ഞ അനുസരിച്ച് പറയുക, പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ വീണ ജോർജിന് വേറൊരു നിലപാടുമില്ല, വേറെ ഒന്നും പറയാനുള്ള മാൻഡേറ്റും ഇല്ല, അത് പറയാനുള്ള കഴിവുമില്ല. ഈ വീണ ജോർജ് തിരക്കിട്ട് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം ക്യൂബയിൽ പോയി കുറച്ച് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അവരുമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ സഹകരണം സംബന്ധിച്ച്. ഇന്ന് ക്യൂബ ഉപപ്രധാനമന്ത്രി എല്ലാം ഡൽഹിയിൽ വരുന്നുണ്ട്. അവരുമായിട്ടുള്ള ചർച്ചയാണ് വീണ ജോർജിന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. അത് തന്നെയായിരിക്കാം. അപ്പം അതിന്റെ മറവിൽ ഇതിന്റെ കാര്യം കൂടെ ഞങ്ങൾ അവിടെ പോയി കാണാൻ ശ്രമിച്ചു, നടന്നില്ല എന്ന് പറഞ്ഞ് തടിയൂരി പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പ്രശ്നം ഇതൊരു ജനാധിപത്യ സമരത്തിനകത്ത് ഒരു ജനാധിപത്യ സർക്കാർ ഈ ഒരു ചർച്ചകളിലൂടെ പലവട്ടം ചർച്ചകളൊക്കെ നടത്തേണ്ടി വരും. ചർച്ചകളിലൂടെ തീർക്കേണ്ട പ്രശ്നം ഇതിനൊരു സാധാരണ ഒരു തൊഴിൽ സമരത്തിനപ്പുറത്തായിട്ട് ഒരുപാട് മാനങ്ങൾ കൈവന്നിട്ടുള്ള. കാരണം കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഈ സ്ത്രീകൾ നടത്തുന്ന സമരം ന്യായമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നത്. കാരണം ഈ കേരളത്തിൽ ഇന്ന് 232 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു ജനവിഭാഗവും ഇല്ല. പുറത്തുനിന്ന് വരുന്ന നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് പോലും 1000 രൂപ പ്രതിദിന വേതനം കിട്ടുന്ന തൊഴിലുകളാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വീടാന്നേരം കയറി ഇറങ്ങുന്ന ആ പാവപ്പെട്ട സ്ത്രീകൾ കൊടുക്കുന്ന 232 രൂപ. അതായത് വീട്ടുവേലയ്ക്ക് പോകുന്നവർക്ക് പോലും അതിനേക്കാട്ടി കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ അവിടെയാണ് ഈ പാവങ്ങളോട് ഇത്തരത്തിൽ പെരുമാറുന്നത്. അവർ സമരം കിടക്കുന്ന അതേ ദിവസങ്ങളിലാണ്, സമരം കിടന്ന് തുടങ്ങിയതിൻ്റെ അതേ ദിവസങ്ങളാണ് PSCയിലെ മെമ്പർമാർക്ക് 1 ലക്ഷം രൂപ വീതം കൂട്ടിക്കൊടുത്തത്. KV തോമസിന് യാത്രപ്പടി 5 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ 100 കോടി രൂപയുടെ വാഹനങ്ങൾ വാങ്ങാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളൊരു ന്യായമേ അല്ല. നിങ്ങൾ എത്ര പേർക്കാണ് കൊടുക്കേണ്ടത്? കേവലം 25,000 പേർക്കാണ് ഇത് കൊടുക്കേണ്ടത്, ഇല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു ലുബ്ധത കാണിക്കാത്ത സർക്കാർ ഈ പാവപ്പെട്ട ഈ സ്ത്രീകളുടെ കാര്യം വന്നപ്പോഴത്തേക്കാണ് സാമ്പത്തിക പ്രശ്നമാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനോടൊപ്പം തന്നെ അവരെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രസംഗങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ മറുവശത്ത് നടക്കുകയും ചെയ്യാണ്. അപ്പം
നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ മുമ്പിൽ ഈ പ്രശ്നം തീർക്കാനുള്ള യാതൊരു അജണ്ട ഫോർമുല ഇന്നലെ അതാണ് സമരസമിതി നേതാക്കൾ പറഞ്ഞത്. മന്ത്രിയുടെ മുമ്പിൽ സമരം തീർക്കാനുള്ള ഒരു ഫോർമുലയും ഇല്ല. ആകെ കൈകൂപ്പിക്കൊണ്ട് പറയുന്നത് എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്ത് നിർത്തരുത്, മഴയത്ത് നിർത്തരുത്, നിങ്ങൾ ഇവിടെ വിട്ടു പോകണം എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, നിങ്ങൾക്ക് ഇത്ര നാളുകൊണ്ട് നിങ്ങളുടെ പണം തരാം. ഒരു സമരം തീർക്കുന്നതിന് ജനാധിപത്യ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയും കീഴടങ്ങലും ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ അതല്ല, ആ പ്രശ്നം തീർക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകുന്നില്ല. അത് തികച്ചും അന്യായമാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇവരെന്ത് ക്യാപ്സ്യൂളുകൾ ഇറക്കിയതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തൊട്ടപ്പുറത്ത് തന്നെ അംഗൻവാടി വർക്കേഴ്സ് വന്ന് സമരം തുടങ്ങിയിട്ടുണ്ട്. അവരും പറയുന്ന 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ, അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നില്ലെങ്കിൽ അവരും അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പം കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, അതീവ ദുർബലരായ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന സ്ത്രീകളാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. അന്യായമായി അവരൊന്നും ചോദിക്കുന്നത്, അവർ കളക്ടറുടെ ശമ്പളം വേണമെന്നോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ശമ്പളം വേണമെന്നോ അല്ല അവർ പറയുന്നത്. അവർക്ക് ന്യായമായ പ്രതിദിന വേതനം 700 രൂപയെങ്കിലും കിട്ടണം എന്നുള്ളൊരു ന്യായമായ അവകാശമാണ് ആശാ വർക്കർമാർ പറയുന്നത്. അത് കൊടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതും പോലും കൊടുക്കാനോ നടപ്പിലാക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ആ സ്ത്രീകൾ സമരം ചെയ്യുക അല്ലാതെ വേറെ എന്താണ് അവരുടെ മുമ്പിൽ? പക്ഷേ ഒരു അപകടകരമായ സ്ഥിതിയുണ്ട്. ഈ പാവപ്പെട്ട സ്ത്രീകൾ, ശാരീരികമായിട്ട് വളരെ ദുർബലാവസ്ഥയിലുള്ള ഈ പാവങ്ങൾ 1-2 ദിവസം ഈ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുന്നതിനൊക്കെ അപ്പുറത്തായിട്ടുള്ള അവരുടെ ശാരീരിക വിഷമതകൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ജനാധിപത്യ സർക്കാർ മുൻകൂട്ടി കാണണ്ട. പ്രത്യേകിച്ചും വീണ ജോർജിനെ പോലെ ഒരു വനിതയായ ഒരാൾ ഈ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ പാവപ്പെട്ട സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു അല്പം കരുണയോടും ദയാപൂർവമായിട്ടായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. അതുണ്ടാവുന്നില്ല. ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ള സർക്കാരാണ് തീരുമാനിക്കുന്നത്. ആശാമാർ പറയുന്നത് അടിയന്തരമായി ഞങ്ങൾ പ്രശ്നത്തിൽ ഇടപെടാനും ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നതിന്റെ പിന്നിൽ വേറൊരു അജണ്ടയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആശമാരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേണ്ട സമയമാണ്. കാരണം അവരുടെ മഴക്കാല പൂർവ്വ ശുചീകരണം വേണം, ഡെങ്കു പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. അതുകൊണ്ടാണ് ചർച്ച എന്നെങ്കിലും പറഞ്ഞൊരു പ്രഹസനം നടത്തണമെന്നാണ് ആശമാർ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ആശമാർ പറയുന്ന അവരുടെ ന്യായമായ അവകാശങ്ങളെ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. ഞാനതാണ് പറയുന്നത്. അവർ അന്യായമായ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. ഇവരും സർക്കാരും പറയുന്നില്ല അന്യായമായ കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് സർക്കാരും പറയാൻ കഴിയുന്നില്ല. കാരണം സർക്കാരിൻ്റെ വാഗ്ദാനമുണ്ട്, അവരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനമുണ്ട്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അതിനനുസരിച്ചുള്ള ശമ്പള വർധനവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിക്കിമിലും കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ തന്നെ അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തടുത്ത ഈ സമരം തുടങ്ങിയ ദിവസങ്ങളിലാണ് പല സംസ്ഥാനങ്ങളിലും അത് കൂട്ടിക്കൊടുക്കുകയും ചെയ്തത്. കാരണം CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ അവർ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് 10,000 രൂപ ഓണറേറിയം ആക്കണമെന്ന്. ഇത് മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ കൊള്ളുന്ന തുകയല്ല എന്നാണ് കരീം അന്ന് നിയമസഭയിൽ 2013 പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് അറിവില്ലായ്മയല്ല. എന്നിട്ടും പക്ഷേ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവർ ഈ തരത്തിൽ പറയുന്നു എന്നുള്ളൂ. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ഒരു ജനവിഭാഗം പോലും സർക്കാരിനോട് അകന്നു പോവുകയാണ്. ഇന്ന് ഈ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്തരിച്ച CPI നേതാവ് K. ഗോവിന്ദപിള്ളയുടെ മകളും നമ്മുടെ അറിയപ്പെടുന്ന ഭൗമശാസ്ത്രജ്ഞയുമായ KG താര പറഞ്ഞ ഒരു വാചകമുണ്ട്. ഈ സർക്കാർ ഒരു എന്താ പറയുക, ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു സർക്കാരാണെന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട് എന്നാണ് ഒരു CPI നേതാവിൻ്റെ മകളും ഒരു ഇടതുപക്ഷ അനുഭാവിയുമായ അവർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇടതുപക്ഷത്തിന് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അവരുടെ ആ പാരമ്പര്യങ്ങളൊക്കെ. അപ്പം ഈ ആശയങ്ങളോട്, ഈ സർക്കാരിനോട് പ്രതിബദ്ധതയുള്ള ഒരുപാട് പേര് ഈ സമരത്തിനോട് ഐക്യപ്പെട്ടു പോവുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം ഇതൊരു ന്യായമായ ആ കാര്യത്തിന് വേണ്ടിയാണ്. അനാവശ്യമായ ഒരു ഡിമാൻഡ് പോലും ആ സ്ത്രീകൾ മുന്നോട്ട് വെച്ചിട്ടില്ല. തികച്ചും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ സമരമെന്ന് സാധാരണ
ഒരു കരുണയുള്ള ദയയുള്ള ആർക്കും തോന്നുന്ന ഒരു കാര്യമാണ് KG താരയും പറഞ്ഞത്. അപ്പം പൊതുസമൂഹവും അതാണ് പറയുന്നത്. ഈ സമൂഹത്തിൻ്റെ ഇപ്പോൾ പ്രതിപക്ഷം വന്ന് പിന്തുണച്ചോ ഇല്ലയോ എന്നുള്ളത് അല്ല പ്രശ്നം. പൊതുസമൂഹം അവരുടെ സമരത്തോടുള്ള സമീപനമാണ് നമ്മൾ കാണേണ്ടത്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ വന്നിട്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കുന്നത്. അതിലൊക്കെ ഉപരിയായിട്ട് അവരുടെ ആവശ്യങ്ങളോട് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഭരണമുന്നണിയിലുള്ളവരൊഴിച്ച് ബാക്കി എല്ലാ സമൂഹവും അവർക്കൊപ്പം നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ സമീപനം. ഭരണമുന്നണി പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, CPM എന്ന് പറഞ്ഞാൽ, കാരണം CPI അനുകൂല മാനസികമായിട്ട് അനുകൂലമാണ്, അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് തന്നെ പറയും. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത്ര ഒരു കടുംപിടുത്തത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പുനഃപരിശോധനയാണ് സർക്കാർ നടത്തേണ്ടത്. കാരണം അവർ ഈ നമ്മൾ കാണേണ്ടത് ഒരു കേരളത്തിൽ സവിശേഷമായ തരത്തിലൊരു സമരം നടത്തുന്ന സ്ത്രീകളാണ്. ഇന്ന് വരെ ഈ 39ാമത്തെ ദിവസമായിട്ടും ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവർ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന സമരങ്ങളെ വേണ്ടെന്നാണ് പറഞ്ഞത്. ഞാനതാ പറഞ്ഞത്. അപ്പം മാതൃകാപരമായ രീതിയിൽ സമരം നടത്തുകയും വളരെ ഒതുങ്ങിക്കൂടി വളരെ മാന്യമായ തരത്തിൽ സമരം നടത്തുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ്. സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ആർജവത്തോടുകൂടി സമരം നടത്തുന്ന ആ സ്ത്രീകളോട് സർക്കാർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത് സർക്കാരാണ് തീരുമാനിക്കുക. കാരണം പിണറായി വിജയൻ്റെ സർക്കാരിനകത്ത് പിണറായി വിജയൻ ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ സമരത്തിന്. അദ്ദേഹം ഇതിനകത്ത് മുൻകൈ എടുക്കേണ്ടതായിരുന്നു. കാരണം ഈ ഏറ്റവും ദുർബല വിഭാഗത്തോട് ഒരു സർക്കാരിന് കരുണ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലോടാണ്? പല കാര്യങ്ങൾ ഈ നമ്മുടെ നാട്ടിലെ വ്യവസായികളോടുള്ള അവരുടെ കാര്യങ്ങൾ വളരെ ഏകജാലകം എന്നൊക്കെ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് പറയുന്ന സർക്കാരാണ് ഇത്തരത്തിൽ. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥ മിനിറ്റ് വൈസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്നിപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ നാളെ ഈ അടുത്ത ദിവസങ്ങളെല്ലാം ചൂട് കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവരെ പോലുള്ള ഒരു നമ്മുടെ ശരിക്കും ഏറ്റവും വലിയ ഒരു ആരോഗ്യ ഫോഴ്സാണ് ഈ ആശാ വർക്കർമാർ. അവരെ ഇത്തരത്തിൽ അവരുടെ തൊഴിലിനകത്തുനിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ നാളെ ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടുന്നു അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ആരിതിന് മുന്നോട്ട് പോകും? ഇനി ഇത്രയും പേർക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമല്ല ഇത്. അപ്പോൾ ഇതൊക്കെയാണ് സർക്കാർ മുൻകൂട്ടി കാണേണ്ടത്. വിവേകത്തോടുകൂടി പെരുമാറേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. ആ വിവേകം സർക്കാർ കാണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുജനം കാത്തിരുന്ന് നോക്കുന്നത്.